നമസ്കാരം. വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെയാണ് ഇടത് സർക്കാരിന് ഇപ്പോഴുള്ള അവസ്ഥ. ഇ.ഡി. വരിഞ്ഞു മുറുക്കിയ കേരളത്തിനെ ലോക്സഭാ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നതാണ് ഇനി ആകെയുള്ള CPMന്റെ ലക്ഷ്യം. അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരിന് എത്ര കിട്ടിയാലും വായ കൊണ്ടുള്ള വാക്പോര് യുദ്ധത്തിന് സഖാക്കൾ ഉള്ളതാണ് സർക്കാരിന്റെ ഏക ആശ്വാസം. വായിൽ തോന്നിയതൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും തടി തപ്പണം, ഇലക്ഷന് ജയിക്കണം. കേന്ദ്രത്തിന്റെ ഇപ്പോഴുള്ള കേരളത്തിലെ ഇടപെടൽ സർക്കാരിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കരുവന്നൂർ അടക്കം ഇ.ഡി. പുറത്തു കൊണ്ടുവന്നപ്പോൾ വെട്ടിലായത് ഇടത് സർക്കാർ തന്നെയാണ്. ഇനി കൈയിട്ട് വാരാൻ പറ്റില്ലല്ലോ എന്ന ആശങ്കയുമുണ്ട്. ഇപ്പോഴത്തെ BJPക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ. CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതുകൊണ്ടോ അത് പ്രചരിപ്പിച്ചാലോ BJP ജയിക്കാൻ പോകുന്നില്ല. BJPയുടെ തൃശൂർ സ്ഥാനാർത്ഥി നികുതി വെട്ടിപ്പ് നടത്തിയതും അതിനായി വ്യാജരേഖ ചമച്ചതുമായ കേസ് മാധ്യമങ്ങളടക്കം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല, എവിടെയോ ബോംബ് പൊട്ടിയതിന്റെ പേരിൽ CPMനെതിരെ പ്രചാരണം നടത്തുകയാണ്. കൊലപാതകം നടത്തുകയോ ആരും മരിക്കുകയോ ചെയ്യരുത് എന്നാണ് CPMന്റെ നിലപാട്. സ്ഫോടനമുണ്ടായപ്പോൾ അവിടെ ഓടിക്കൂടിയവരിൽ DYFI പ്രവർത്തകരുമുണ്ടാകാം. അത് മനുഷ്യത്വപരമായ നിലപാടാണ്. അവരെയാണ് അറസ്റ്റ് ചെയ്തത്. പാർട്ടിക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കട്ടെ. ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർ CPM പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിലെ പ്രതികളാണ്. എന്നിട്ടും CPMന്റെ മേൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഇങ്ങോട്ട് ആക്രമിച്ചാൽ പോലും സായുധമായി തിരിച്ചടിക്കില്ലെന്ന് 22ാം പാർട്ടി കോൺഗ്രസിൽ CPM തീരുമാനിച്ചിരുന്നതാണ്. അതിനുശേഷം 27 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടു. RSSും കോൺഗ്രസും ലീഗുമാണ് അതിനു പിന്നിൽ. എന്നാൽ അതിന് പ്രതികാരം വീട്ടാനോ തിരിച്ചടിക്കാനോ തയ്യാറാകാത്ത പാർട്ടിയാണ് CPM എന്ന് MV ഗോവിന്ദൻ പറയുന്നു. ജനങ്ങളെ അണിനിരത്തുകയാണ് CPM ചെയ്തത്. കണ്ണൂരിലെ മുൻ DCC ഓഫീസിന്റെ ടെറസിൽ 3 തരത്തിലുള്ള ബോംബുകൾ നിരത്തി വച്ചിരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. പുക ബോംബ്, പരിക്കേൽപ്പിക്കാനുള്ള ബോംബ്, കൊലപ്പെടുത്താനുള്ളത് എന്നിങ്ങനെയായിരുന്നു ബോംബുകൾ. ആ പാർട്ടിയിലുള്ള ആളാണ് ഷാഫി പറമ്പിൽ. ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് വടകരയിൽ KK ശൈലജയെ തോൽപ്പിക്കാമെന്ന് കരുതേണ്ട എന്നും MV ഗോവിന്ദൻ പറയുന്നു.